മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാർഗം കണ്ടെത്തിയിട്ടുണ്ട് സർക്കാരെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. സർക്കാർ ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി ആക്കാനാണ് നീക്കം. വേണ്ടിവന്നാൽ മലപ്പുറം ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയതായി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിൽ മൊത്തം ഒഴിവുവരുന്ന സീറ്റുകൾ നോക്കിയാകും ഈ തീരുമാനം. വിഷയം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രിയും ഉറപ്പു നൽകിയതായി മന്ത്രി വി അബ്ദുറഹ്മാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. +1 ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ അഡ്മിഷൻ പൂർത്തിയാകുമ്പോൾ ഏകദേശ ധാരണയിൽ സീറ്റുകൾ ആവശ്യത്തിനുണ്ടാവുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മലബാറിൽ ഇനിയും സീറ്റ് ലഭിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവരെ കൂടി പൂർണ്ണമായും ഉൾക്കൊള്ളാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിലവിൽ ആശങ്കകൾക്കിടയില്ല. എത്ര സീറ്റാണോ അവിടെ ഒഴിവ് വരുന്നത്, മലബാറിലും മലപ്പുറത്തും സീറ്റിന് കുറവുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികളെടുക്കും. വേണ്ടി വന്നാൽ നമ്മുടെ സർക്കാർ ഹൈസ്കൂളുകൾ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള നടപടികൾ കൈക്കൊള്ളും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ നൽകിയ ഉറപ്പനുസരിച്ച് കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ട റയാസ് സമീറിന്റെ പിതാവ് സമീർ പോലെയുള്ള രക്ഷിതാക്കളുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരമാകും എന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും സുജയ പാർവതി, മലപ്പുറം ജില്ലയിൽ മുഴുവൻ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്കും +1 അഡ്മിഷൻ ലഭിക്കാത്തൊരു സാഹചര്യം മുന്നിൽ ഉള്ളത് കണക്കിലെടുത്തുകൊണ്ടുകൂടിയാണ് മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായ വി അബ്ദുറഹ്മാൻ ഇത്തരമൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി സംസാരിച്ചിരുന്നു. തുടർച്ചയായ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹവുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം കൃത്യമായ ഒരു മറുപടി മന്ത്രി വി അബ്ദുറഹ്മാനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് മൊത്തം അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലും മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അടിയന്തര ഇടപെടൽ നടത്തും. മൊത്തം സീറ്റുകളുടെ കണക്കുകൾ നോക്കി അതുമായി ബന്ധപ്പെട്ട സീറ്റുകൾ മലബാറിലേക്ക് നൽകാനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിലും ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ, അതായത് ഏറ്റവും അധികം സീറ്റ് ക്ഷാമം രൂക്ഷമായ മലപ്പുറം ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളുകളെ ഹയർ സെക്കൻഡറി നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി അബ്ദുറഹ്മാൻ വ്യക്തമാക്കുന്നത്. അബ്ദുറഹ്മാനോട് ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയങ്ങളിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തുടർച്ചയായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, വിശേഷിച്ചും നേരത്തെ ഒരു വിദ്യാർത്ഥിയുടെ പിതാവ് ആ നിലയിൽ വന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട്. വിവിധ മാധ്യമങ്ങൾ ഇത് പൊതുസമൂഹത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദത്തിലായ ഒരു പശ്ചാത്തലം ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായും ഇത് എങ്ങനെ പരിഹരിക്കുമെന്നൊരു സജീവമായ ചർച്ച സർക്കാർ തലങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം ഇത്തരമൊരു തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ അലോട്ട്മെന്റുകൾ പൂർത്തിയാകുമ്പോൾ 10,000-ലധികം വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ മാത്രം പുറത്തു നിൽക്കുന്ന സാഹചര്യമുണ്ട്. കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ വയനാടും പാലക്കാട് ഉൾപ്പെടെ ഈ ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് എങ്ങനെ പരിഹരിക്കുമെന്നൊരു ചോദ്യം സർക്കാരിന് മുന്നിലുണ്ട്. അപ്പോൾ മറുഭാഗത്തെ ഈ ഒരു സർക്കാർ ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഹയർ സെക്കൻഡറി നിലവാരത്തിലേക്ക് മാറ്റിയാൽ ഒരു പരിധി വരെ ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസം സംസ്ഥാന സർക്കാരിനുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം ഇത്തരമൊരു ചർച്ച നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മലപ്പുറം ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളുകളെ ആ നിലയിൽ ഹയർ സെക്കൻഡറി നിലവാരത്തിലെ അപ്ഗ്രേഡ് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു ചർച്ച. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായും വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, മുഴുവൻ അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ ഒരു വിഷയം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉറപ്പ് നൽകിയിട്ടുള്ളത്. കാരണം 50,000-ലധികം സീറ്റുകൾ മൊത്തം കേരളത്തിൽ ഒഴിവരും. സ്വാഭാവികമായും തെക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഒഴിവരുന്ന സീറ്റുകൾ വടക്കൻ കേരളത്തിലേക്ക് മാറ്റും എന്ന ഒരു പ്രസ്താവന കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടി ഒരു വിഷയം പരിഹരിക്കപ്പെട്ടില്ലായിരിക്കും ഇത്തരമൊരു അപ്ഗ്രേഡ് നടപടിയിലേക്ക് സർക്കാർ കടക്കുക എന്നുള്ളതാണ്. മറുഭാഗത്ത് മറ്റൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പ്രതികരണം സർക്കാർ തലത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹൈസ്കൂളുകളൊക്കെ തന്നെ മിക്കതും ഈ നിലയിൽ ഹയർ
ഹയർ സെക്കൻഡറി നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാകുമെന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ മിക്ക സർക്കാർ ഹൈസ്കൂളുകളും ആ നിലയിൽ ഹയർ സെക്കൻഡറി ആയി തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയം സർക്കാർ ഏറ്റെടുക്കുക, നടപ്പിലാക്കുക എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിലും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിന്റെ കണക്കുകൾ വരും ദിവസങ്ങൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ ഏകോപന ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ ഒരു വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നതിനെ അദ്ദേഹവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളുടെ ആശങ്ക സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുജയ പാർവതി. ഓക്കെ മുബഷീർ.